നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ഞാനൊരു സിനിമാക്കാരനാണ്. അതിനപ്പുറം ഒരു സഞ്ചാരി കൂടിയാണ്. ഈ ലോകത്ത് എവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞാലും തിരികെ നാട്ടിലേക്ക് വരുമ്പോൾ നമുക്കതൊരു കുളിരാണ്. ഓരോ യാത്രകൾക്ക് ശേഷവും ഒറ്റപ്പാലത്തേക്ക് തിരികെ വരുമ്പോൾ എനിക്കും ഈ കുളിരടിക്കാറുണ്ട്. ഒരു നാടിന് അതിൻ്റെ ഭൂപ്രകൃതി, കാറ്റ്, കാഴ്ചകൾ, സന്തോഷങ്ങൾ, ഇഴയെടുപ്പങ്ങൾ, രുചി, അങ്ങനെ ഒരുപാട് നന്മകളുണ്ട്. അത് ഞങ്ങളുടെ ഈ ഒറ്റപ്പാലത്തിനൊട്ടും കുറയാതെ ഉണ്ട്. ഏത് നാട്ടിൽ ചെന്നാലും ആദ്യം നമ്മളെ ആകർഷിക്കുക അവിടുത്തെ രുചി വൈവിധ്യങ്ങളാണ്. ഞാനും ഇതിൽ നിന്ന് വ്യത്യസ്തനല്ല. ഈ ഒറ്റപ്പാലത്ത് കൂടി രുചിയുടെ കാര്യം പറഞ്ഞ് കടന്നു പോകുമ്പോൾ ഓർമ്മയിൽ വരുന്നത് ഇന്ന് കേരളം മുഴുവൻ തരംഗമായ ഒരു രുചി വൈഭവത്തെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ PV ഹംസ ഒറ്റപ്പാലത്ത് തുടങ്ങിവെച്ച റോയൽ ഗ്രൂപ്പിന്റെ കീഴിൽ 15 വർഷം മുമ്പ് ആരംഭിച്ച പാരമ്പര്യത്തിന്റെ തനത് രുചി ചോരാതെ തന്നെ ഇന്നും പ്രിയങ്കരമായ നമ്മുടെ ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗ്. ഹംസക്കയെ കുറിച്ച് പറയുമ്പോൾ വ്യാപാര സമൂഹത്തിന്റെ ഉന്നമനത്തിനും പിന്നെ പൊതുജന താല്പര്യം മുൻനിർത്തിയും അദ്ദേഹം നടത്തിയ സാമൂഹികമായ ഇടപെടലുകളും എടുത്തു പറയേണ്ടതാണ്. ഈ റോയൽ കാറ്ററിംഗ് നമുക്ക് നൽകിയ രുചിയെ പിൻപറ്റി ചിലതുകൂടി പറയാതെ പോകാൻ കഴിയില്ല. എൻ്റെ മകളുടെ വിവാഹത്തിന് ഞാൻ റോയൽ കാറ്ററിങ്ങിനെയാണ് വിളിച്ചത്. പണ്ട് വല്യമ്മച്ചി ഉണ്ടാക്കുമായിരുന്ന താറാവ് മപ്പാസ് ഞങ്ങളുടെ സജഷനായിരുന്നു. അതടക്കം ഫുഡെല്ലാം ഗംഭീരമായിരുന്നു. അന്ന് പങ്കെടുത്ത മലയാള സിനിമയിലെ പ്രമുഖരൊക്കെയും ഇവരുടെ രുചി നോട്ട് ചെയ്തു. ഒരു കാര്യം പറയാൻ മറന്നു. നമ്മൾ ഈ പോകുന്ന വഴിയിലാണ് ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗ്. നമുക്കൊന്ന് അവിടെ കയറിയിട്ട് പോവാം. ഈ അനീസിനോടും നബീലിനോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലായ ഒരു കാര്യമാണ്, മികച്ച അസംസ്കൃത വസ്തുക്കളും മത്സ്യം, മാംസം എന്നിവയുമൊക്കെ സോഴ്സ് ചെയ്യുന്നതിലെ മികവാണ് ഈ നല്ല രുചിയുടെ അടിസ്ഥാന രഹസ്യമെന്നത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ നിന്നും വിളവെടുക്കുന്ന മുളക്, രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള മല്ലി, ചിത്തോട് മഞ്ഞൾ, അങ്ങനെ എല്ലാം മികച്ച രീതിയിൽ ഇവരുടെ മികവിൽ മികച്ച അടുക്കളയിലെത്തുന്നു. ഇവരുടെ അടുക്കളയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഫുഡ് നമ്മുടെ നാടും കടന്ന് ഈ ലോകത്തിന് രുചി പകർന്നു തുടങ്ങുന്നു. റോയൽ കാറ്ററിംഗിന്റെ വിദേശത്തെ ആദ്യ കാറ്ററിംഗ് ഇവന്റ് സ്വിറ്റ്സർലാൻഡിലാണ് നടന്നത്. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, താരങ്ങളെല്ലാം പങ്കെടുക്കുന്ന അമ്മ അസോസിയേഷന്റെ ജനറൽ ബോഡിയിൽ എല്ലാ വർഷവും ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗിന്റെ ഫുഡാണ് വിളമ്പാറുള്ളത്. മലയാള സിനിമയിലെ അടക്കം കേരളത്തിലെ ഒരുപാട് സെലിബ്രിറ്റികളുടെ ആഘോഷങ്ങൾക്ക് വിരുന്നൊരുക്കുന്നതിലൂടെ റോയൽ കാറ്ററിംഗ് ഒരു സെലിബ്രിറ്റി കാറ്ററിംഗ് ആയി മാറിക്കഴിഞ്ഞു. കൂടാതെ ഇവന്റ് മാനേജേഴ്സ് അസോസിയേഷന്റെ മികച്ച കാറ്ററിംഗ് അവാർഡ് തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ശുചിത്വത്തിന്റെയും ഗുണനിലവാരത്തിന്റെയും മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നത് കൊണ്ടാവണം ഒട്ടനേകം അസോസിയേഷനുകൾ അവരുടെ ഇവന്റുകളിൽ കാറ്ററിംഗ് ഏൽപ്പിക്കുന്നത് റോയൽ കാറ്ററിംഗിനെയാണ്. ഒരേ സമയം ഒന്നിൽ കൂടുതൽ ചടങ്ങുകൾ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗ് 50 പേർ മുതൽ എണ്ണമറ്റ അതിഥികൾക്ക് വരെ വിരുന്നൊരുക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉള്ളവരാണ്. ഞങ്ങൾ ഒറ്റപ്പാലത്തുകാർക്ക് റോയൽ എന്നാൽ കാറ്ററിംഗ് മാത്രമല്ല, ഈ നാടിന്റെ ദൈനംദിന ആവശ്യങ്ങൾക്കായി റോയൽ ഹൈപ്പർ മാർക്കറ്റ്, രുചിയിൽ പുതുമയുടെ പര്യായം എഴുതുന്ന റോയൽ ബേക്കേഴ്സ്, റോയൽ ട്രേഡേഴ്സ്, റോയൽ ഫ്രൂട്ട്സ്, പിന്നെ ഈ നാടിന്റെ ഫാഷന്റെ ട്രെൻഡ് ഒരുക്കുന്ന റോയൽ സിൽക്സ്, റോയൽ വെഡ്ഡിങ്സ്, അങ്ങനെ പടരും റോയൽ ഗ്രൂപ്പ്. ഒന്നുകൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, മികച്ചത് എന്തിനും അനുകരണങ്ങളുണ്ടാവും, പക്ഷെ ഒറിജിനൽ ഒന്നേ ഉള്ളൂ, അതാണ് റോയൽ കാറ്ററിംഗ്. ആ റോയൽ കാറ്ററിംഗിന് ഒറ്റപ്പാലത്തും കൊച്ചിയിലും മാത്രമേ ബ്രാഞ്ചുകളുള്ളൂ. നമുക്ക് ഈ നല്ല രുചിയുടെ വഴിയിൽ ഇവർക്കൊപ്പം യാത്ര തുടരാം. അപ്പൊ മറക്കണ്ട, കേരളത്തിന് മികച്ച രുചി ഒരുക്കാൻ ഇനി ഒറ്റ പേരേ ഉള്ളൂ, ഒറ്റപ്പാലം റോയൽ കാറ്ററിംഗ്. ഒറിജിനൽ ഒന്നേ ഉള്ളൂ.